വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് 10ാം ദിവസവും തുടരും. ഇന്നലെ മൃതദേഹ ഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം. തിരച്ചിലിന് കടാവർ നായകളും ഉണ്ടാകും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിലുണ്ടാകും. 6 സോണുകളിലായി തിരിഞ്ഞാകും തിരച്ചിൽ. അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും ഇന്ന് നടക്കും. വിവരങ്ങളുമായി എം മനോജാണ് ചേരുന്നത്. മനോജ്, ഇപ്പോഴും ദുരന്ത ഭൂമിയിലെ അവശേഷിപ്പുകൾ പല ഭാഗത്തു നിന്നായി സൈന്യമടക്കമുള്ള അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ നിന്ന് തിരച്ചിലിലൂടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അവസാന ഘട്ട തിരച്ചിലിൽ പോലും കൃത്യമായി കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായി തന്നെയാണ് ഇത് അവസാനിപ്പിക്കുക എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. എപ്പോഴായിരിക്കും ഈ ഒരു തിരച്ചിൽ അവസാന ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഘട്ടങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കുന്നത്? ദേവിക, ഇന്നും തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ശരീരഭാഗം ലഭിച്ച ഈ ഒരു സൺറൈസ് വാലിയിലായിരിക്കും കൂടുതൽ പരിശോധന. അതേസമയം തന്നെ ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ പതിവ് പരിശോധനയാണ് തുടരുക. ഇതിൽ ഗടാവർ നായികളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശോധന തുടരും. അതേസമയം തന്നെ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതോടനുബന്ധിച്ചുള്ള സുരക്ഷാ നടപടികളും അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ തുടരാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് സൈന്യവും അതോടൊപ്പം തന്നെ മറ്റ് SPGയുമൊക്കെ പരിശോധനയുണ്ടാകും. കൃത്യമായും പ്രധാനമന്ത്രി എത്തുമ്പോൾ, അതായത് വിമാനമാർഗം എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ടേക്ക് ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തും. ഇവിടെ ബെയിലി പാലത്തിനടുത്തേക്ക് അദ്ദേഹം എത്തും എന്ന് തന്നെയാണ്. നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുവാനാണ് തീരുമാനം. അത് കഴിഞ്ഞ ശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്നത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിനോട് കൂടി പിന്തുണ നൽകിക്കൊണ്ട് കേന്ദ്രസേനയെ അയക്കുവാനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുവാനും തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സൈന്യം ഇങ്ങോട്ട് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനയ്ക്കായും ബെയിലി പാലം നിർമ്മിക്കുന്നതിനുൾപ്പെടെയുള്ള നേതൃത്വം നൽകുവാൻ കേന്ദ്രമന്ത്രിമാർക്കടക്കം കഴിഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം ഈ ദുരിതബാധിതരായിട്ടുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം തന്നെയാണ് പകരുന്നത്. ഇന്ന് വരെ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ടെത്തി ഇക്കാര്യങ്ങൾ വിലയിരുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സഹായങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനോട് അനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇനി ഈ ചൂരൽമലയിലൊക്കെ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ പതിവ് രീതിയിലുള്ള തെരച്ചിലും പ്രത്യേക തെരച്ചിൽ ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇനി പരിശോധന നടത്തേണ്ടത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലാണ്. കഴിഞ്ഞ ദിവസവും അവിടുന്ന് ഒരു ഈ മൃതദേഹ ഭാഗം കിട്ടിയിരുന്നു. അത് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് മേപ്പാടിയിലേക്ക് എത്തിച്ച് അതിൻ്റെ സാമ്പിൾ അയച്ച ശേഷമാണ് ബാക്കിയുള്ള ഈ ശരീരഭാഗം സംസ്കരിക്കുക. എന്തായാലും ലഭിക്കുന്ന ഓരോ മൃതദേഹ ഭാഗങ്ങളും കൃത്യമായും അതിൻ്റെ DNA സാമ്പിൾ ശേഖരിച്ച് അത് DNA പരിശോധനയ്ക്ക് അയച്ച ശേഷം ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചൂരൽമല കേന്ദ്രീകരിച്ചും ഈ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവും ഈ വില്ലേജ് റോഡിലുമൊക്കെ തിരച്ചിൽ ഇന്നും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അദ്ദേഹം എത്തുമ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായും ഒരു കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ അവരുമായുള്ള ഒരു യോഗത്തിനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിനും വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. കേന്ദ്രമന്ത്രിമാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു, കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഈ തിരച്ചിലിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട്, അതായത് സൈന്യവും NDRFും അതുപോലെ തന്നെ കേന്ദ്ര സേനയടക്കം അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് സംയുക്തമായാണ് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തിയതും വലിയ തരത്തിലുള്ള ആശ്വാസം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പകർന്നിട്ടുള്ളത്. കാരണം നൂറുകണക്കിന് പേർ ഈ കുടുങ്ങിക്കിടന്ന, അതായത് ഈ ഒരു ദുരന്തം വന്നപ്പോൾ തന്നെ അതിൻ്റെ ഈ
വ്യാപ്തി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതിൽ അത്രയധികം കുടുങ്ങിക്കിടന്നവരെ സൈന്യം സാഹസികമായി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ അവർക്ക് വേണ്ട സഹായങ്ങൾ വരുന്നു. എന്തായാലും അവരുടെ പുനരധിവാസമാണ് ഇനി കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അവർക്ക് വേണ്ട താമസ സൗകര്യം, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണ്ട, അതോടൊപ്പം തന്നെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം, ഇതിലൊക്കെയാണ് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതോടൊപ്പം ഇനി കാണാനുള്ളവർ, കണ്ടുകിട്ടാനുള്ളവർ നിരവധിയാണ്. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യം ഈ തിരച്ചിലിലൂടെ മാത്രം, അതായത് ഓരോ ദിവസവും 1-2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ, ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്, കാരണം ഇനിയും പരിശോധിക്കുവാനുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൺറൈസ് വാലിയിലൊക്കെ കടന്നു ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടേക്ക് പ്രത്യേക സംഘം, 12 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടേക്ക് എത്തിയത്. ഇതിൽ തന്നെ സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിൽ നടക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ഓരോ വകുപ്പിൽ നിന്നും ഓരോരുത്തരായി അത് ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിട്ടുള്ള ടീം തയ്യാറാക്കിയ ശേഷം ഓരോ ഭാഗത്തേക്കും തിരച്ചിലിന് അയക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിലേക്ക് എത്തും എന്നുള്ള സൂചനയും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള ഈ മറ്റ് സുരക്ഷാ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് സന്ദർശിക്കുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററിൽ വരുന്ന അദ്ദേഹം ഈ ബെയിലി പാലത്തിനടുത്തേക്ക് എത്തും. അവിടെ എത്തി ഈ സൈനികരായും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തും. നേരിട്ട് ഈ ദുരന്തബാധിത പ്രദേശം വിലയിരുത്തുമെന്നുള്ളതാണ്. ചൂരൽമലയായാലും അതോടൊപ്പം മുണ്ടക്കയായാലും കൃത്യമായും അത് നേരിട്ടെത്തി വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ തീവ്രത കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം ഈ ഒരു ദുരന്തത്തിൻ്റെ, ഇത്രയധികം പേരുടെ ജീവൻ നഷ്ടമായ ദുരന്തം, അദ്ദേഹം അതിൻ്റെ ഒരു സ്ഥിതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം മുതൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിനോടൊപ്പം അദ്ദേഹം ഈ ഒരു തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള മറ്റ് നേതൃത്വം ഒക്കെ തന്നെ അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും എന്ത് തരത്തിലുള്ള പിന്തുണ വേണമെങ്കിലും ഉണ്ടാകുമെന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു സന്ദർശനം കൂടെ ആകുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം. എന്തായാലും തിരച്ചിൽ ഇന്ന് തുടരും. ഈ വിവിധ സോണുകളായി തിരിച്ചുകൊണ്ട് ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ പതിവ് രീതിയിലും അതോടൊപ്പം തന്നെ സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘവും തിരച്ചിൽ നടത്തും. ദേവിക, അത് തന്നെയാണ്. തിരച്ചിൽ ഇനിയും പുരോഗമിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് തിരച്ചിൽ എത്തിച്ചേരുന്ന ഘട്ടത്തിൽ പോലും ഊർജിതമായ തിരച്ചിൽ തന്നെയാണ് സൺറൈസ് വാലി അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.